നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യോത്തരങ്ങളെ കടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏതാണെന്ന് നോക്കാം. 4 വർഷം മുമ്പാണ് അവിന്യ എന്നൊരു പുതിയ ഫ്യൂച്ചറിസ്റ്റിക് മോഡലിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ടാറ്റ മോട്ടോഴ്സ് എന്നെ മുംബൈയിൽ കൊണ്ടുപോയത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അന്ന് ആ മോഡൽ കണ്ട് ഞെട്ടി എന്ന് വേണമെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ സ്ഥിരം ഭാഷയിൽ പറയാം. പക്ഷേ വെറുതെ പറയുന്നതല്ല, ഞെട്ടുക തന്നെ ചെയ്തു. കാരണം ടാറ്റ മോട്ടോഴ്സ് പോലെ പരമ്പരാഗതമായ രീതിയിലുള്ള വാഹനങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയായിരുന്നു അന്ന് 4 വർഷം മുമ്പ്. ഇപ്പോൾ പിന്നെ കുറേ മാറ്റം വന്നെങ്കിൽ പോലും പക്ഷേ അവിന്യയുടെ ആ രൂപം കണ്ടപ്പോൾ ഞാനെന്നല്ല, ആ കണ്ട എല്ലാവരും ഞെട്ടി. കാരണം ഒരിക്കലും ഒരു ഇന്ത്യൻ വാഹന ബ്രാൻഡിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന രൂപമല്ലായിരുന്നു അവിന്യയ്ക്ക്. എന്തായാലും അതിനുശേഷം 4 വർഷങ്ങൾ കഴിഞ്ഞു. അതായത് 4 ഓണം 4 വിഷു എല്ലാം കഴിഞ്ഞു. ബൈബിളിൽ പറയുന്ന പോലെ സന്ധ്യയായി രാത്രിയുമായി 4-ാം വർഷം എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ പിന്നെ കുറേ കാലമായിട്ട് അവിന്യയെ പറ്റി ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കേട്ടു അവിന്യ എന്ന് പറയുന്നത് ഒരു മോഡലിൻ്റെ പേരല്ല, അവിന്യ ഒരു ബ്രാൻഡാണ്. അതായത് ടാറ്റയുടെ ഏറ്റവും പ്രീമിയം വാഹനങ്ങൾ ഇനി വരാൻ പോകുന്നത് അവിന്യ എന്ന ബ്രാൻഡിലാണ് എന്നും കേട്ടു. അതിനെപ്പറ്റി ഒന്നും സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവിന്യ ബ്രാൻഡിലെ ആദ്യത്തെ വാഹനം ഇന്ത്യയിൽ പല സ്ഥലത്തും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് തുടങ്ങി എന്നുള്ള സ്പൈ പിക്ചേഴ്സൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അവിന്യയുടെ ആദ്യത്തെ മോഡൽ വരികയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഗംഭീരമായ കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പിടിച്ചതിലും വലുതാണ് അളയിൽ എന്നൊക്കെ പറയുന്ന പോലെ വലിയ സംഭവങ്ങൾ കേട്ടു തുടങ്ങി. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ അവിനയുടെ ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് മ്യൂളായിട്ട്, അതായത് മൂടിപ്പൊതിഞ്ഞ് കമഫ്ലാഷ് ചെയ്താണ് ഇപ്പം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ആരാണ് എന്നുള്ള കാര്യം കൃത്യമായും പാപ്പരാസികൾ മനസ്സിലാക്കി. അത് ഒരു ചൈനീസ് വാഹന മോഡലാണ്. ചൈനീസ് മോഡൽ എന്ന് വെച്ചാൽ ഷെറി എന്നായിരിക്കും അല്ലേ, ഷെറി എന്ന് പറയുന്ന ചൈനീസ് കമ്പനിയുടെ മോഡലാണ് ആ ഓടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയുന്നത്. അപ്പം ഷെറിക്കുമുണ്ട് ഒരു പ്രീമിയം ബ്രാൻഡ്. ആ പ്രീമിയം ബ്രാൻഡിൻ്റെ പേര് എക്സീഡ് എന്നാണ്. അപ്പോൾ എക്സീഡ് എന്ന് പറയുന്ന ആ ബ്രാൻഡിന് കീഴിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള SUV ഉണ്ട്. അതിൻ്റെ പേര് സ്റ്റെറ ET എന്നാണ്. സ്റ്റെറ ET ആണ് ഇവിടെ ഈ മൂടിപ്പൊതിഞ്ഞ് കൊണ്ടു നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് ഈ മൂടിപ്പൊതിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന സ്റ്റെറ ET എന്ന് പറയുന്ന ചൈനീസ് മോഡലും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ബ്രാൻഡായ ടാറ്റ മോട്ടോഴ്സിൻ്റെ അവിന്യമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ് പിന്നീട് ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ചകഞ്ഞ് പോയപ്പോൾ കിട്ടിയ സംഭവം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ സ്റ്റെറ ET എന്ന് പറയുന്ന മോഡലിൻ്റെ പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ വരാൻ പോകുന്ന അവിന്യ മോഡലിലെ പ്ലാറ്റ്ഫോം. അപ്പോൾ ആ പ്ലാറ്റ്ഫോം ടെസ്റ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഷെറിയുടെ പ്ലാറ്റ്ഫോം ആണെന്നും പറയാൻ പറ്റില്ല. കാരണം ടാറ്റയുടെ മറ്റൊരു ബ്രാൻഡായ ജാഗർ ലാൻഡ് റോവറും അതുപോലെ തന്നെ ഈ ഷെറിയും കൂടെ ചേർന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചെടുത്തത് അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്തത്. അതിലാണ് ഈ സ്റ്റെറ ET എന്ന് പറയുന്ന മോഡൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. എക്സീഡ് എന്ന് പറയുന്ന ഈ ഒരു ഷെറിയുടെ പ്രീമിയം ബ്രാൻഡിൻ്റെ കീഴിൽ വരുന്ന പല വാഹനങ്ങളുടെയും അടിയിൽ നമ്മൾ കാണുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര് E0X എന്നാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് അപ്പോൾ ഷെറിയുടെയും അതുപോലെ തന്നെ എക്സീഡ് എന്ന് പറയുന്ന പ്രീമിയം ബ്രാൻഡിൻ്റെയും പല വാഹനങ്ങളും നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അതേ പ്ലാറ്റ്ഫോമാണ് ടാറ്റയുടെ ഏറ്റവും പുതിയ അവിന്യയിലും വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിന്യയുടെ ചിത്രങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടു കാണും. അപ്പം അവിന്യ എന്ന് പറയുന്ന അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്ലോബൽ മോഡലിൻ്റെ പ്ലാറ്റ്ഫോം മാത്രമാണോ ഷെറിയുമായിട്ട് പങ്കിടുന്നതെന്നുള്ള ചോദ്യമാണ് പിന്നെ വരാൻ പോകുന്നത്. പക്ഷേ അതും പപ്പരാസികൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അവിന്യയുടെ അതേ നീളവും അതേ ഡയമെൻഷൻസും ഒക്കെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റെറ ET എന്ന് പറയുന്ന ഈ മോഡലിനും ഉള്ളതെന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ സ്റ്റെറ ETയുടെ ഒരല്പം മാറ്റം വരുത്തിയ ഒരു മോഡലായിരിക്കും അവിന്യയുടെ ഫസ്റ്റ് മോഡലായിട്ട് ഇന്ത്യയിൽ വരാൻ പോകുന്നതാണ് ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പറയേണ്ടത്. എല്ലാം ഊഹാപോഹങ്ങളാണ് കേട്ടോ. പക്ഷേ അവിന്യ വരുന്നുണ്ട്, ഈ ഒരു ടെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉത്തരമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഒരു ചൈനീസ് കമ്പനിയുടെ മോഡലാണ് വരുന്നതെന്ന് കണക്കാക്കാനും പറ്റില്ല. കാരണം ജാഗർ ലാൻഡ് റോവറും ഷെറിയും കൂടെ വികസിപ്പിച്ചെടുത്ത മോഡൽ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതും ടാറ്റയ്ക്കും അവകാശപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവകാശപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിൽ ടാറ്റ ആ ഒരു പ്ലാറ്റ്ഫോം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ രൂപത്തിൻ്റെ കാര്യമാണ്. രൂപം എന്ന് പറയുന്നത് അവിന്യ എന്ന് പറയുന്ന ആ നമ്മളെ കാണിച്ച പ്രോട്ടോടൈപ്പ് അതേ രീതിയിൽ തന്നെ ഇന്ത്യയിൽ വരുമെന്ന് വിശ്വസിക്കാനും പറ്റില്ല. കാരണം അത് അത്രയധികം ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അപ്പോൾ എപ്പോഴും പ്രോട്ടോടൈപ്പ് പ്രൊഡക്ഷൻ വാഹനം ആകുമ്പോൾ വരുന്ന മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിലും അതിന് ബേസിക്കലി ഈ ഒരു സ്റ്റെറ ETയുടെ ഒരു രൂപം ഉണ്ടാകാനുള്ള സാധ്യതയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന. അല്ലാതെ സ്റ്റെറ ET ആയിരിക്കും ആദ്യമായിട്ട് അവിന്യയുടെ മോഡലായിട്ട് വരാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് മറ്റൊരു കാര്യം. ഇപ്പോൾ സ്റ്റെറ ETയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ അതിന് 2 വേർഷൻസ് ഉണ്ട് ചൈനയിൽ. ഒന്ന് പൂർണ്ണമായും ഇലക്ട്രിക്കായിട്ട് ഓടുന്നത്, മറ്റൊന്ന് പ്ലഗ് ഇൻ ഹൈബ്രിഡുമാണ്. അപ്പോൾ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരാൻ പോകുകയാണ്. MG മോട്ടോർ കൊണ്ടുവരാൻ പോകുന്നു, കൂടാതെ BYD കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയുന്നു. അതും കൂടാതെ ഇപ്പോൾ JSW മോട്ടോർ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ MGക്ക് പങ്കാളിത്തമുള്ള നമ്മുടെ നാട്ടിലൊരു വലിയ കമ്പനിയാണല്ലോ, അവരുടെ ഒരു ഓട്ടോമോട്ടീവ് ഡിവിഷൻ ഇപ്പോൾ തുടങ്ങിയാണ്. അപ്പോൾ അവരും ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡാണ് കൊണ്ടുവരാൻ പോകുന്നത് പറയുന്നുണ്ട്. അപ്പോൾ 3 കമ്പനികൾ ഓൾറെഡി പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇതിൽ കൊണ്ടുവരാൻ പോകുന്നു.
അതോടൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സ് കൊണ്ടുവന്നില്ലെങ്കിൽ മോശമാണല്ലോ, കാരണം ഇനി അതാണോ ഫ്യൂച്ചർ ഓഫ് കാഴ്സ് എന്ന് അറിയില്ല, പ്ലഗ് ഇൻ ഹൈബ്രിഡുകളാണോ. അങ്ങനെയാണെങ്കിൽ ടാറ്റയ്ക്ക് ഫസ്റ്റ് പ്ലഗ് ഇൻ ഹൈബ്രിഡ് അവിന്യയിലായിരിക്കും ജനിക്കാൻ പോകുന്നതെന്നാണ് കരുതുന്നത്. അപ്പോൾ സ്റ്റെറ ഇറ്റിയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ 100 കിലോ വാട്ടിൻ്റെ ബാറ്ററികളെ പോലും സപ്പോർട്ട് ചെയ്യുന്ന 800 വോൾട്ടിൻ്റെ ആർക്കിടെക്ചറിലാണ് സ്റ്റെറ ഇറ്റി നിർമ്മിച്ചിരിക്കുന്നത്. 760 കിലോമീറ്ററാണ് സ്റ്റെറ ഇറ്റിയുടെ റേഞ്ച് ചൈനയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഞെട്ടിക്കുന്ന സംഭവമാണ്. 400 വോൾട്ടിൻ്റെ ആർക്കിടെക്ചറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനോടൊപ്പം 32 കിലോ വാട്ടിൻ്റെയും അതുപോലെ 41.2 കിലോ വാട്ടിൻ്റെയും 2 ബാറ്ററി പാക്കുള്ള വേരിയൻസ് ആണ് സ്റ്റെറ ഇറ്റിക്ക് ചൈനയിലുള്ളത്. എന്ന് പറഞ്ഞാൽ പെട്രോളിലും ഇ വിയിലും ഓടും എന്നാണല്ലോ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്ത് ഇ വിയിൽ ഓടിച്ചു പോകാം. ഇ വിയുടെ ചാർജ് തീരുമ്പോൾ നിങ്ങൾക്ക് പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇതാണ് പ്ലഗ് ഇൻ ഹൈബ്രിഡിൻ്റെ ഒരു ബേസിക് തത്വം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ഞെട്ടാൻ തയ്യാറായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1518 കിലോമീറ്റർ ഓടും ഒരൊറ്റ ടാങ്ക് പെട്രോളും ഒരൊറ്റ ചാർജിങ്ങും രണ്ടും കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആലോചിച്ച് കൊച്ചിയിൽ നിന്ന് 1518 കിലോമീറ്റർ നിർത്താതെ ഓടിക്കാൻ പറ്റും ഈ ഒരു അവിന്യയുടെ ഫസ്റ്റ് മോഡൽ വരുമ്പോൾ, പ്രൊവൈഡഡ് അത് ഈ ഒരു സ്റ്റെറ ഇറ്റി എന്ന് പറയുന്ന മോഡലിൻ്റെ അതേ ആർക്കിടെക്ചറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. എന്തായാലും ഇന്ത്യയിൽ ഏത് മോഡലാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പൂർണ്ണമായും ഇ വി ആണോ അതോ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ആണോ എന്നറിയില്ല. പ്ലഗ് ഇൻ ഹൈബ്രിഡിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ 3 കമ്പനികൾ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കൊണ്ടുവരാൻ പോകുന്നു. അത് 3 വിജയിക്കുകയാണെങ്കിൽ ടാറ്റയ്ക്കും മാരുതി ഉൾപ്പെടെയുള്ള ഏതൊരു കമ്പനിക്കും പ്ലഗ് ഇൻ ഹൈബ്രിഡിനെ പറ്റി ചിന്തിച്ചേ പറ്റുന്നൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ അവിന്യ റെഡി ആയിട്ട് വെക്കാം എന്നുള്ളതാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു തീരുമാനം എന്ന് തോന്നുന്നു. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ഈ പറഞ്ഞ ഇപ്പം ഈ പ്രധാനമായിട്ടും എം ജിയുടെ കാര്യമാണ് വെളി വന്നിരിക്കുന്നത്. എം ജിയുടെ ഒക്കെ ആ ഒരു ഇലക്ട്രിക് മോട്ടറോട് കൂടിയ പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡൽ 125 കിലോമീറ്റർ മറ്റോ മാത്രമേ അത് ഇ വിയിൽ ഓടുകയുള്ളൂ എങ്കിൽ ഇതിൻ്റെ കാര്യം ആലോചിച്ച് നോക്കുക. 41.2 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡൽ ഇ വിയിൽ തന്നെ ഇലക്ട്രിക് ചാർജ് തന്നെ എത്ര കിലോമീറ്റർ ഓടുമെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ ദൂരം, അതായത് സിറ്റിയൊക്കെ വിട്ട് വളരെ ദൂരം പോകുമ്പോൾ മാത്രമേ നമുക്ക് പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരികയുള്ളൂ ഈ ബാറ്ററിയുടെ ചാർജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായും ഇ വി തന്നെ ഓടിച്ചുകൊണ്ടിരിക്കാം, വേണ്ടപ്പോൾ പെട്രോൾ ഓടിക്കാം. അങ്ങനെ റേഞ്ച് ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനമേ ഇല്ല. അങ്ങനെ മൊത്തത്തിൽ ബോംബെ വരെയൊക്കെ ഓടിച്ച് 1512 കിലോമീറ്റർ ഓടിച്ചെത്താനും സാധിക്കും. അതൊരു ഗംഭീര സംഭവമായിരിക്കും. അപ്പോൾ ഈ ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള കമ്പനികളൊക്കെ എത്ര മുന്നിലേക്കാണ് ചിന്തിക്കുന്നത്, എന്തൊരു വിഷനാണ് അവരുടേതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊന്ന് കാത്തിരിക്കാൻ തോന്നുന്നു അല്ലേ. ഏതായാലും 2027 അവിന്യയുടെ ഫസ്റ്റ് മോഡൽ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ബ്രാൻഡായിട്ട് തന്നെ ഈ ജാഗ്വർ ലാൻഡ് റോവറും അതുപോലെ ടാറ്റയും പോലെ തന്നെ ടാറ്റയ്ക്ക് ഒരു പ്രീമിയം ബ്രാൻഡ് വരികയാണ്. അതാണ് അവിന്യ എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം ഓർക്കേണ്ടതിൽ 2 സംഭവം ഉണ്ടല്ലോ, പെട്രോൾ എഞ്ചിനും ഉണ്ട്, അതോടൊപ്പം തന്നെ ബാറ്ററി ഉണ്ട്, അതോടൊപ്പം തന്നെ ഇലക്ട്രിക് മോട്ടറുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു ഗംഭീര സംഭവമായതുകൊണ്ട് തന്നെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. തന്നെയുമല്ല മറ്റു കാര്യം ചിന്തിക്കേണ്ടതിന് 2നും സർവീസ് ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ഇലക്ട്രിക് വാഹനം ഓടിച്ചാൽ അതിന് സർവീസ് ഉണ്ട്, പെട്രോൾ എഞ്ചിനുള്ള വാഹനം ഓടിച്ചാൽ അതിനും സർവീസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരും പ്ലഗ് ഇൻ ഹൈബ്രിഡിൽ. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ, കുറച്ച് വില കൂടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിലും അവിന്യ എന്ന് പറയുന്ന ബ്രാൻഡ് പ്രീമിയം ബ്രാൻഡായിട്ട് തന്നെയാണ് കമ്പനി വിഭാവനം ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ അതിന് വില കൂടുതലായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ കാര്യം പോലെ തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങളുടെ കാര്യം, എപ്പോഴും വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് 2027 അവിന്യ വിപണിയിലെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കൊന്ന് കാത്തിരിക്കാം. 1518 കിലോമീറ്റർ നിങ്ങൾ ഒറ്റ ചാർജിങ്ങിൽ ഒരൊറ്റ ടാങ്ക് പെട്രോൾ ഓടുമെങ്കിൽ അതൊരു വലിയ വിപ്ലവം തന്നെ ആവും എന്നുള്ള കാര്യത്തിൽ സംശയം. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് സജീവ് ഭാസ്കറാണ്, പൊൻകുന്നത്തുനിന്നും. കിയ സിറോസ് ഇ വി എങ്ങനെയുണ്ട്? ആ സെഗ്മെൻറ്റിലെ മറ്റ് മോഡലുകളെ അപേക്ഷിച്ച് വില കൂടുതലാണല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും വില അല്പം കൂടുതലാണ്. 13.5 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയാണ് സിറോസ് ഇ വിയുടെ വിവിധ വേരിയന്റുകളുടെ വില എന്ന് പറയാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ സെഗ്മെൻറ്റിലെ മറ്റ് 2 വാഹനങ്ങൾ, പ്രധാനമായിട്ടും 2 വാഹനങ്ങളാണ് നമുക്ക് പറയാവുന്നത്. ഒന്ന് ടാറ്റ നെക്സോൺ ഇ വിയും മറ്റൊന്ന് മഹീന്ദ്ര 3XO ഇ വിയും. ഈ 2 വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വില കൂടുതലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ് എന്ന് പറയുന്ന ബാറ്ററി ആസ് സർവീസ് എന്ന് പറയുന്ന ആ ഒരു സ്കീമിൽ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7,99,000 രൂപയ്ക്ക് ഈ ഒരു സിറോസ് സ്വന്തമാക്കാൻ സാധിക്കും. പിന്നെ ഓടുന്ന കിലോമീറ്ററിന് 3 രൂപ 30 പൈസ വെച്ച് നിങ്ങൾ അടയ്ക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കണക്ക് കൂട്ടിയെടുത്ത് നോക്കുക ലാഭമാണോ നഷ്ടമാണെന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട USP അത് ഇ വി എന്നുള്ളതല്ല, പെട്രോൾ എഞ്ചിനുള്ള സിറോസിൻ്റെ പോലും പ്രധാനപ്പെട്ട ഒരു യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബാക്ക് സീറ്റിലെ കംഫർട്ടും ബാക്ക് സീറ്റിലെ സ്പേസുമാണ്. അത് ലെഗ് സ്പേസ് ആയാലും അല്ലാതെയുള്ള സ്പേസ്, മൊത്തത്തിലുള്ള സ്പേസ് നോക്കിയാലും ഈ സെഗ്മെൻറ്റ് നല്ല അടുത്ത സെഗ്മെൻറ്റ് പോലും വാഹനങ്ങളെ തോൽപ്പിക്കുന്ന ഒരു പിൻ സീറ്റ് ഒരു കംഫർട്ട് അതിനുണ്ട്. അത് ഒട്ടും മാറ്റമില്ലാതെ സിറോസ് ഇ വിയിൽ നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മോശമല്ല. ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളെ വില അല്പം കൂടുതൽ തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പം 42 കിലോ വാട്ടിൻ്റെയും 51.4 കിലോ വാട്ടിൻ്റെയും ബാറ്ററി പാക്കുകളിലാണ് സിറോസ് ഇ വി ലഭ്യമായിരിക്കുന്നത്.
കിയ കാരൻസ്, ക്ലാവിസ്, ഹ്യുണ്ടായി ക്രെറ്റ എന്നിവയിലെ അതേ ബാറ്ററി പാക്കാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടിയ റേഞ്ചായ 526 കിലോമീറ്ററാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. അത് ടോപ്പ് എൻഡ്, അതായത് 51.4 കിലോ വാട്ടിന് ബാറ്ററി പാക്കുള്ള മോഡലിൻ്റെ കാര്യമാണ്. 443 കിലോമീറ്ററാണ് 42 കിലോ വാട്ടുള്ള ബാറ്ററി പാക്കിൽ പറയുന്നത്. അതും ഈ പറഞ്ഞ മറ്റ് സെഗ്മെൻറ്റിലെ വാഹനങ്ങളുമായിട്ട് പോകുമ്പോൾ കൂടുതലാണ്. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടുതലാണ്, അതുകൊണ്ടാണ് വിലയും കൂടിയിരിക്കുന്നത് എന്നാണ് പറയേണ്ടത്. പിന്നെ മോട്ടറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 171 HP ആണ് ടോപ്പിൻ്റെ വേരിയൻറ്റിലുള്ളത്. അതിൻ്റെ താഴേക്കൊക്കെ വരുമ്പോൾ 135 HP മോട്ടറാണ്. അതും ഈ പറഞ്ഞ പോലെ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഏറ്റവും കൂടിയ പവർ തരുന്നുള്ളത് സംശയമില്ല. 0 to 100 8.1 സെക്കൻഡ് മതി എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ പവർഫുള്ളാണ് നെക്സോണിനേക്കാളും മഹീന്ദ്ര 3XO EVയേക്കാളും എന്നുള്ള കാര്യവും ഓർക്കുക. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ വില കൂടിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യമുള്ളത്, കാഴ്ചയിൽ ഐസ് വേരിയൻസ് വേണ്ടി യാതൊരു വ്യത്യാസവുമില്ല. അതിൻ്റെ ഫ്രണ്ട് ഫെൻഡറിൽ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടാൽ മാത്രമേ നമുക്കിത് EV ആണെന്ന് മനസ്സിലാകുള്ളൂ. അപ്പോൾ പൂർണ്ണമായും ഒരു ഗ്ലോബൽ മോഡലായിട്ട് നമുക്കതിനെ കണക്കാക്കാം. പെട്രോൾ എഞ്ചിനെ പോലെ തന്നെയാണ്, എഞ്ചിൻ വേരിയൻറ്റിനെ പോലെ തന്നെയാണ് കാഴ്ചയിലുള്ളത്. ഉള്ളിലാണെങ്കിലും മാറ്റമൊന്നുമില്ല. 3 സ്ക്രീനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നൈറ്റ് സ്പീക്കറിൻ്റെ ഹാമൻ ഗാർഡൻ മ്യൂസിക് സിസ്റ്റം, പിന്നെ ലെവൽ 2 അഡാസ, അത്തരം കാര്യങ്ങളെല്ലാം ടോപ്പ് എൻഡ് മോഡലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട്, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മോട്ടറുണ്ട്, ഏറ്റവും കൂടിയ റേഞ്ച് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഈ വാഹനത്തിൻ്റെ വില കൂടി നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതെല്ലാം ആവശ്യമാണ്. അല്പം വില കൂടിയാലും കുഴപ്പമില്ല എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് സമീർ പാലോട് ആണ്. ഞാൻ ടൊയോട്ട ഹൈക്രോസ് വാങ്ങാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഹൈക്രോസിൻ്റെ പുതിയ മോഡൽ വരുന്നതായി ഒരു സുഹൃത്ത് പറഞ്ഞു. അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഉടനെ പ്രതീക്ഷിക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ പെട്ടെന്ന് വളരെ ഹിറ്റായ ഒരു മോഡലാണ് ടൊയോട്ടയുടെ ഹൈക്രോസ്. ഇപ്പോൾ എവിടെ നോക്കിയാലും ഹൈക്രോസേ കാണാനുള്ളൂ. പിന്നെ ക്രിസ്റ്റയുടെ കാര്യത്തിൽ ക്രിസ്റ്റയുടെ ഓട്ടോമാറ്റിക്കൊക്കെ നിർത്തിക്കൊണ്ട് എല്ലാവരും ഹൈക്രോസിലേക്ക് മാറിയേ പറ്റൂ എന്നുള്ളൊരവസ്ഥയാണ്. തന്നെയുമല്ല അതുപോലെ മൈലേജ് നൽകുന്നുണ്ട് ഹൈക്രോസ്. അതെല്ലാം കൊണ്ടായിരിക്കും സ്ട്രോങ് ഹൈബ്രിഡൊക്കെ വളരെ ഗംഭീരമായിട്ട് വിറ്റ് പോകുന്നുണ്ട്. ഹൈക്രോസിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണെന്നുള്ളൊരു സംശയമില്ല. കാരണം അതിൻ്റെയും മ്യൂൾ അവസ്ഥയിലുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. തന്നെയുമല്ല എപ്പോഴും 4 വർഷം കൂടുമ്പോഴാണ് ടൊയോട്ട മോഡലുകൾ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 2026 ആദ്യമായിട്ട് ഹൈക്രോസ് വന്നത്. അപ്പോൾ കൃത്യമായി 4 വർഷം കഴിഞ്ഞു. അടുത്ത ഒരു ഫേസ് ലിഫ്റ്റിനുള്ള സമയമായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. പക്ഷേ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ള കാര്യമായിട്ട് ഇപ്പോൾ അറിഞ്ഞിട്ടില്ല. ഇത് പുതിയ ഹൈലക്സ് ഇപ്പോൾ ഈ മാസം അവസാനം വരുന്നുണ്ട്. അപ്പോൾ ഹൈലക്സിൻ്റെ രൂപത്തിലേക്ക് കുറേ കാര്യങ്ങൾ മാറ്റിയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഗ്രില്ല്, അതുപോലെ തന്നെ വളരെ മെലിഞ്ഞ ഒരു ഹെഡ് ലാമ്പ്, എൽ ഷേപ്പുള്ള DRL, അത്തരം കാര്യങ്ങളൊക്കെയാണ് പുതുതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെന്ന് തോന്നുന്നു. പിന്നെ LED ഫോഗ് ലാമ്പിൽ പിക്സൽ ടൈപ്പ് എലമെൻറ്റുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിനും അലോയിലിനും മാറ്റമൊന്നും മ്യൂളിൻ്റെ കാര്യത്തിൽ കാണാനില്ല. വലിയ സൈഡ് ക്ലാഡിങ്ങിന് സാധ്യതയുണ്ട്. ടെയിൽ ലാമ്പും പാടെ മാറിയിട്ടുണ്ട്. ഉള്ളിൽ മാറ്റങ്ങൾ വ്യക്തമല്ല. എന്തായാലും ഒരു ഫ്രീ സ്റ്റാൻഡിങ് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെ തുടരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വലിപ്പം കൂടുമെന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. അതുപോലെ തന്നെ എഞ്ചിനിലും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്തായാലും 4 വർഷം കൂടുമ്പോൾ വാഹനങ്ങളുടെ ഫേസ് ലിഫ്റ്റ് വരുത്തുന്ന ടൊയോട്ട ഹൈക്രോസിനെയും വെറുതെ വിടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ വർഷം എന്തായാലും ഹൈക്രോസിൻ്റെ പുതിയ മോഡൽ വിപണിയിലെത്തും. കാത്തിരിക്കുക. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്ന മുഹമ്മദ് ഹനീഫയാണ് കഴക്കൂട്ടത്തു നിന്നും. ഈ വരുന്ന ഓഗസ്റ്റ് 15 മഹീന്ദ്ര ഏത് വാഹനമാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ടോ? എല്ലാ ഓഗസ്റ്റ് 15 പുതിയ മോഡൽ ലോഞ്ച് ചെയ്യുന്നത് മഹീന്ദ്ര പതിവാക്കിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും വിളി വന്നിട്ടുണ്ട്. 14-ാം തീയതി തൊട്ട് 16-ാം തീയതി വരെ ഉള്ള വലിയ പരിപാടിയൊക്കെയാണ് മഹീന്ദ്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. മുംബൈയിലാണ്. അപ്പോൾ എന്തോ കാര്യമായി വരാൻ പോകുന്നുള്ള ഒരു സംശയമില്ല. പക്ഷേ അതെന്താണെന്ന് പതിവ് പോലെ കമ്പനി വെളി വിട്ടിട്ടുമില്ല. സ്കോർപിയോ എന്നിൻ്റെ പുതിയ മോഡലാണ് അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റാണ് വരാൻ പോകുന്നത് എന്ന് ഒരു വാർത്തയുണ്ട്. അതുകൂടാതെ മറ്റൊരു വാർത്തയുള്ളത് വിഷൻ എസ് എന്ന് പറയുന്ന ഒരു മോഡൽ കഴിഞ്ഞ ഓഗസ്റ്റ് 15 പ്രദർശിപ്പിച്ചിരുന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ മോഡൽ അന്ന് കാണിച്ചത് ഒരു പ്രോട്ടോടൈപ്പ് ആയിരുന്നെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ മോഡലാണ് ഇത്തവണ കാണിക്കാൻ പോകുന്നതെന്ന് വാദമുണ്ട്. അങ്ങനെ 2 വാദമുണ്ട്. അമ്മയെ തല്ലിയാലും 2 വാദമുണ്ടെന്നുള്ള പറയുന്നത്. അങ്ങനെ 2 വാദത്തിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്കോർപിയോൻ്റെ ഫേസ് ലിഫ്റ്റ് ആണെങ്കിൽ അതിനെപ്പറ്റി ഒരു വിവരം പോലും വെളിവിട്ടിട്ടില്ല കമ്പനി. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല. പക്ഷേ വിഷൻ എസ് ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്തും, പ്രത്യേകിച്ച് സ്പിതി വാലിയിൽ, നമ്മുടെ ലഡാക്കിൽ സ്പിതിയിലൊക്കെ ഇതിൻ്റെ മ്യൂൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് വിഷൻ എസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ വിഷൻ എസ് ആണോ വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എങ്കിലും വിഷൻ എസ് 2027 ലോഞ്ച് വിപണിയിലെത്താനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ മോഡൽ തന്നെ കാണിച്ചേക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അതിൽ നിന്ന് മനസ്സിലായിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ രൂപമാണ് കൊടുത്തിരിക്കുന്നത്. പക്ക SUV രൂപം തന്നെയാണെങ്കിലും സ്ഥിരമായിട്ടുള്ള മഹീന്ദ്രയുടെ രൂപത്തിൽ നിന്നും കുറേ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതെവിടെയാണ് ഇതിൻ്റെ ഒരു പൊസിഷനിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 3XOയുടെ തൊട്ട് മുകളിലായിരിക്കും. സ്കോർപിയോയുടെ ഒക്കെ താഴെ 3XOയുടെ മുകളിലായിരിക്കും ഈ ഒരു വിഷൻ എസിൻ്റെ ഒരു പൊസിഷനിങ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുന്നിൽ 6 സ്ലാറ്റിൻ്റെ ഒരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മെലിഞ്ഞ LED ഹെഡ് ലാമ്പ്, എൽ ഷേപ്പുള്ള DRL, ഉയർന്നു നിൽക്കുന്ന കനത്ത ബോണറ്റ്, വലിയ എയർഡാമോട് കൂടി വലിയ ബമ്പർ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാവുന്നത് ലെവൽ 2 അഡാസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ധാരാളം
സെൻസേഴ്സ് വാഹനത്തിൻ്റെ പല ഭാഗത്തും കാണാനുണ്ടെന്നുള്ള കാര്യമാണ്. അതുപോലെ വലിയ വീലാർച്ച്, പനോരമിക് സൺറൂഫ്, ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിലുകൾ, കനത്ത ബോഡി ക്ലാഡിംഗ് എന്നിവയൊക്കെ എടുത്തു പറയാം. പിന്നെ ഒരു ബോക്സി രൂപമാണ്, വെർട്ടിക്കൽ LED ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പിന്നിൽ മഹീന്ദ്രയുടെ സ്ഥിരം രീതിയിലുള്ള വലിയ സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കനത്ത വലിയ ബമ്പർ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മ്യൂളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉൾഭാഗം സ്പൈ ഷോട്ടുകൾ അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. വലിയ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനും മറ്റും പ്രതീക്ഷിക്കാം. അതുപോലെ മഹീന്ദ്രയുടെ ന്യൂ ഐ ക്യു എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് വിഷൻ എസിൻ്റെ ജനനം. ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഏത് സാധനവും നിർമ്മിക്കാം. പെട്രോൾ, ഡീസൽ, പ്ലഗ് ഇൻ ഹൈബ്രിഡ്, ഇലക്ട്രിക്, അങ്ങനെ ഏതൊരു വാഹനവും നിർമ്മിക്കാൻ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണത്. അതുകൊണ്ട് തന്നെ വിഷൻ എസിൻ്റെ ഏതൊക്കെ രൂപം വരുമെന്നുള്ള കാര്യം വ്യക്തമല്ല. മിക്കവാറും പെട്രോളും ഡീസലും ഇലക്ട്രിക്കും വരാനുള്ള സാധ്യതയുണ്ട്. പ്ലഗ് ഇൻ ഹൈബ്രിഡിനെ പറ്റി ഇതുവരെ ഒന്നും കേട്ടു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം എന്തും നിർമ്മിക്കുക എന്നുള്ളതുകൊണ്ട് എന്തും വരാമെന്നാണ് പറയേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഓഗസ്റ്റ് 15-ന് ഈ വിഷൻ എസ് എന്ന് പറയുന്ന മോഡൽ പ്രദർശിപ്പിച്ചാൽ 2027 വിപണിയിലെത്താൻ സാധ്യതയുള്ളൂ. അതിനു മുമ്പ് ഇപ്പം വിപണിയിലെത്തുന്ന രീതിയിൽ കാണിക്കാൻ പോകുന്നൊരു വാഹനം സ്കോർപ്പിയോ തന്നെ ആയിരിക്കും ഈ ഓഗസ്റ്റ് 15 എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനു വേണ്ടി നമുക്കൊന്ന് കാത്തിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. പിന്നെ നമുക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ പോപ്പുലർ ഹുണ്ടായെ പറ്റിയാണ്. പോപ്പുലർ ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലർഷിപ്പാണ്. നിങ്ങൾക്ക് ഹുണ്ടായുടെ ഏതൊരു വാഹനം വാങ്ങിക്കണമെങ്കിലും പോപ്പുലർ ഹുണ്ടായെ സമീപിക്കാം. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ കേരളത്തിൽ എവിടെയായാലും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചേരും. ഓടിച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ബുക്ക് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ പറയുക. ബൈജു എന്ന യൂട്യൂബ് ചാനൽ കണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും അതുപോലെ തന്നെ ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളുമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഓടിച്ച് നോക്കേണ്ട 1-2 വാഹനങ്ങളാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഹുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്. തീർച്ചയായിട്ടും ഗംഭീര ഒരു വാഹനമാണ്. വേണ്ട രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈവൻ ഏറ്റവും പുതിയ വെർണ പോലും ഗംഭീര വാഹനമാണ്. 2 സോൺ ഗംഭീര വാഹനമാണ്. അത്തരം പല വാഹനങ്ങളും ഇപ്പോൾ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാഹനം ഏതാണെന്ന് നോക്കാം. ഇനി പുതിയ ക്രെറ്റ ആയാലും അതിനെപ്പറ്റി ഞാൻ പറയണമല്ലോ. പുതിയ ക്രെറ്റ ആയാലും അതുപോലെ അൽക്കസർ ആയാലും എല്ലാം തന്നെ മികച്ച വാഹനങ്ങളാണ്. അപ്പോൾ ഏത് വാഹനം വേണമെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം. അതുപോലെ നിങ്ങൾക്ക് ഹുണ്ടായെ പറ്റി എന്തെങ്കിലും പരാതി അല്ലെങ്കിൽ പോപ്പുലർ ഹുണ്ടായെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാകും. ഇനി എന്തെങ്കിലും പറഞ്ഞ് അഭിനന്ദിക്കാനാണെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം. അത് കേൾക്കാൻ വലിയ സന്തോഷമുള്ള, അഭിനന്ദനം കേൾക്കാൻ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളും ഹുണ്ടായും പോപ്പുലർ ഹുണ്ടായിട്ടുള്ള ഒരു പാലമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ഉപയോഗിക്കാം. എന്താവശ്യത്തിനും ഹുണ്ടായിട്ട് ബന്ധപ്പെട്ട ഏതാവശ്യത്തിനും ഈ നമ്പറിൽ വിളിക്കാം. അരി വാങ്ങിച്ച് തരാമെന്നൊന്നും ചോദിച്ച് വിളിക്കരുത്, അത്രേ ഉള്ളൂ. വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ഹുണ്ടായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും വിളിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഹുണ്ടായെ പറ്റി പറയാനുള്ളത്. പിന്നെ ഉള്ളത് എങ്ങനെയൊക്കെ ഈ ഒരു വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കുക എന്നുള്ള കാര്യമാണ്. 2 തരത്തിലയക്കാം. ഒന്ന് baijuannair@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം. baijuannair official എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. baijuannair എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ചോദ്യോത്തര വീഡിയോ ആയിട്ട് കാണാം. ബൈ.